സെറ്റ്ന എ കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. ലൈക്ക് ഞങ്ങൾ ഈ ക്യാപ്ഷൻ പറയുന്ന പോലെ സോളാറുമായി ബന്ധപ്പെട്ട എല്ലാ സൊല്യൂഷനും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. വൈ സെറ്റ്ന എന്നുള്ളതാണ് ഞങ്ങളുടെ കോർ വാല്യൂസ് ആണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് റേഞ്ച് വരുന്ന മെയിൻ ആയിട്ട് 4 പ്രൊഡക്റ്റുകളാണ്: ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് ആൻഡ് സോളാർ വാട്ടർ ഹീറ്റേഴ്സ്. ഈ ഒരു 4 പ്രൊഡക്റ്റുകളാണ് ഞാൻ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് KCBയുമായി പവർ എക്സ്ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. ലൈക്ക് നമുക്കിപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന പവർ അഡീഷണൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് KCBയിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവർ നമുക്കൊരു ബാറ്ററി സ്റ്റോറേജിൽ നമുക്ക് വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ റീസെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് നമ്മുടെ ലാവൻഡർ കളക്ഷൻ. അവിടെ ഡേ ടൈമിൽ AC ഒക്കെ വർക്ക് ചെയ്തതിന് നമ്മൾ ലാവൻഡറിൽ ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടിയുള്ള ഫംഗ്ഷൻ ആണ്, ലൈക്ക് ഒരു എക്സ്പോർട്ടിംഗ് ആസ് വെൽ ആസ് സ്റ്റോറേജ്. അപ്പോൾ ഹൈബ്രിഡ് ഓൺ ഗ്രിഡിനെയും ഓഫ് ഗ്രിഡിനെയും അപേക്ഷിച്ച് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഇത് സോളാർ വാട്ടർ ഹീറ്റേഴ്സ്. ഇൻവെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് എന്ന് ഞാൻ ഇതിനെപ്പറ്റി പറയുക. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സൺലൈറ്റിൽ നിന്നും വെള്ളം ചൂടാക്കി ഒരു ഫ്ലാസ്ക് മെക്കാനിക്സിൽ സേവ് ചെയ്യുന്നു. നമ്മളുടെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. ആരൊക്കെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യണം? നമുക്കൊരു ഇലക്ട്രിസിറ്റി ബിൽ 3000 above ആണ് ബില്ല് വരുന്നതെങ്കിൽ മാത്രം നിങ്ങൾ ഓൺ ഗ്രിഡ് സോളാറിനെ പറ്റി ചിന്തിച്ചാൽ മതി. അതുപോലെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് ഒരു 3000 താഴെയാണെങ്കിൽ ഒരിക്കലും ഓൺ ഗ്രിഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമുക്കൊരു ഓഫ് ഗ്രിഡ് പാക്കേജസ് ഉണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഫ്ലക്ച്വേഷൻസ്, ഹൈബ്രിഡിൽ സ്പെസിഫിക് ആയിട്ട് ഹൈബ്രിഡിന്റെ റീസൺ ഉണ്ട്. വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കേസസ് ആണെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് എന്നുള്ള സിസ്റ്റം ചെയ്യാൻ സാധിക്കും. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. നമ്മളുടെ ഒരു ബിസിനസ് ഓണർക്ക് എങ്ങനെ ഒരു ഈസി ആയിട്ട് ഒരു EV കാർ കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ റണ്ണിങ് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാം എന്നുള്ളതാണ്. ഒരു മന്ത്ലി ട്രാവലിംഗ് ഒരു 2000 കിലോമീറ്റർ പോകുന്ന ഒരാൾ, നമ്മുടെ ജീപ്പ് കോമ്പസ്, ഇന്നോവ ഉള്ള ആൾക്ക് ഒരു കിലോമീറ്റർ കോസ്റ്റ് വരുന്നത് 10 rupees ആണ്. ഇതില് അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാൾക്ക് ഒരു മാസം 2000 ലിറ്റേഴ്സ് ഓഫ് ഡീസൽ വേണ്ടി വരും. മീൻസ് ഒരു 19,000 രൂപ അദ്ദേഹം ഡീസൽ എക്സ്പെൻസ് മാത്രമായിട്ട് ഒരു മാസം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ ആൻ ഇയർ 2.28 lakhs. ദെൻ ഫോർ 5 years 11.8 ലക്ഷം രൂപയുടെ അടുത്ത് ഡീസൽ അടിച്ച് മാത്രം കളയുന്നുണ്ട്. എന്നാൽ ഒരു EV ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഒരാൾക്ക് ഈ സെയിം ഇൻവെസ്റ്റ്മെന്റ് ഒരു 20 lakhsന് താഴെയുള്ള ഒരു EV-യിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്കിപ്പോ EV ഞാൻ ഈ വിൻസർ വെച്ച് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു 300 കിലോമീറ്റർ ഓടുന്ന വണ്ടി, ലൈക്ക് ഒരു 40 kW ആണ് അതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. മീൻസ് ഒരു 7 തവണ ഒരു മാസം ചാർജ് ചെയ്യണം. ഈ 7 തവണ ചാർജ് ചെയ്യുന്നതിന് നമ്മുടെ KCBയുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രകാരം 8.50 രൂപ കോസ്റ്റ് വരുന്നത്. മീൻസ് 280 കിലോവാട്ട് ആണ് അദ്ദേഹം മുടക്കേണ്ടത്. ദാറ്റ് മീൻസ് അറൌണ്ട് 2380 രൂപയാണ് അദ്ദേഹത്തിന് കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് നോക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവും EV ഓണർ ഒരു മാസം 2000 കിലോമീറ്റർ ഓടുമ്പോൾ 2380 രൂപയും ഡീസൽ ഓണർ വണ്ടി ഓടിക്കുമ്പോൾ 19,000 രൂപയാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന എമൗണ്ട് ലൈക്ക് 76% ഓഫ് നമ്മുടെ മണി നമ്മളവിടെ വേസ്റ്റ് ചെയ്യണം. നമുക്ക് ഈ പൈസ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാറേ. പിന്നെ ഈ 13% എമൗണ്ടും എങ്ങനെ നമുക്ക് സേവ് ചെയ്യാന്നുള്ളത് ഞാൻ അടുത്ത ഇതിൽ കാണിച്ചുതരാം. നമുക്കിപ്പോ നിലവിൽ പ്രധാനമന്ത്രിയുടെ സൂര്യഘർ സ്കീം ഉണ്ട്. അതിൽ 78,000 രൂപ സബ്സിഡി കിട്ടുന്നുണ്ട്. സോ ദാറ്റ് നമുക്കൊരു 1.47 lakhs നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ബ്രേക്ക് ഈവൻ ചാർട്ടാണ്. ഡെയിലി ഒരു 12 യൂണിറ്റ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിന് നമുക്കൊരു മന്ത്ലി പ്രൊഡക്ഷൻ 360 യൂണിറ്റ് കിട്ടും. ഇപ്പോഴത്തെ KCBയുടെ ബില്ലിംഗ് കോസ്റ്റ് വെച്ചിട്ട് 3560 രൂപയുടെ കോസ്റ്റ് വരും. നമ്മുടെ ഒരു ബ്രേക്ക് ഈവൻ അറൌണ്ട് റഫ്ലി 3.4 yearsൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ROI കവർ ചെയ്ത് പോകുന്നതാണ്. ഇതിപ്പോ നമ്മൾ ചെയ്യുന്ന ബാങ്കുകൾ ഈ ലോൺ പ്രോസസ്സ് 7% കൊളാറ്ററൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ബാങ്കുകളാണ്. എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളായിട്ടും നമ്മൾ കൊളാബറേറ്റഡ് ആണ്. ഇത് അതിന്റെ ബാങ്കിന്റെ ലോൺ EMI സ്കീമാണ്. ഞാൻ ഇന്നത്തെ പ്രസന്റേഷനിൽ പറഞ്ഞ പോലെ 2931 രൂപ 5 വർഷം പീരീഡ് കൊണ്ട് 7% ഇൻട്രസ്റ്റിൽ അടച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലോൺ അടയ്ക്കുമ്പോൾ ബ്രേക്ക് ഈവൻ ആവുന്ന കാൽക്കുലേഷൻ ആണ്. പിന്നെ സെറ്റ്ന റൂഫ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്ന പ്രീമിയം ബ്രാൻഡ്സുകളാണ്. എക്സൈറ്റ് നിങ്ങൾക്ക് പല ബ്രാൻഡുകൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇത് ഞങ്ങളുടെ ഗൂഗിൾ പേജ് റീസെന്റ് ആയിട്ട് കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് നമ്മൾ ഗൂഗിൾ പേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ അതിലേക്ക് കൂടുതലായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. നമ്മൾ റീസെന്റ് പ്രൊജക്ട്സുകളാണ്. ഏത് ടൈപ്പുള്ള സ്ട്രക്ചർ കൺസ്ട്രെയിൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പല കമ്പനികളും വിട്ടിട്ട് പോയ സ്ട്രക്ചർ വരെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. MNRE പ്രൊജക്ട്സ് ഇപ്പോൾ ഒരു 750 ഹിറ്റ് വരെ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. ഇത് നമ്മുടെ ടീം സ്ട്രെങ്ത് ആണ്. വയലാർ ജംഗ്ഷനിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. പാനൽസ് ഒക്കെ കൂടുതൽ നമുക്ക് ബൾക്ക് ലോഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ പ്രൈസിംഗ് നമുക്ക് ഓഫർ ചെയ്യാൻ സാധിക്കും. സ്പെസിഫിക് ബ്രാൻഡ് റിക്വയർമെന്റ് ഒക്കെ പോലും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ തങ്കിലുള്ള ഗോഡൌൺ ആണ്. പാനൽസ് DBs കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നതാണ്. 19,500 രൂപയ്ക്ക് ഒരു 4 പേരുള്ള ഫാമിലിക്ക് ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്കിപ്പോ ചൂടുവെള്ളത്തിന്റെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള എല്ലാ റിക്വയർമെന്റ്സും നമുക്ക് ഇതിലൂടെ അറ്റൻഡ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ എന്നെ കണക്ട്
കണക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈസിയായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ സുഹൃത്തോ ബന്ധുക്കളോ ആരെങ്കിലും ഒരു EV മേടിച്ചാൽ ഉടനെ എന്റെ നമ്പർ എടുക്കുക, അയാളുടെ നമ്പർ എന്റെയിലേക്ക് അയച്ചു തരിക. അഗൈൻ ഒരു 2500 രൂപക്ക് എബോ ബില്ല് ഉണ്ടെന്ന് പറയുന്ന കൺസ്ട്രെയിൻ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ കണക്ട് ചെയ്ത് തരാവുന്നതാണ്. അതുപോലെ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് സംബന്ധിച്ചോളം എപ്പോഴും ഒരു ബില്ല് ഒരു കൺസ്ട്രെയിൻ ആയിരിക്കും. ഒരു 5000, 8000, 10000 ഒക്കെ വരുന്നത് നമുക്ക് വെറും 2.5 വർഷത്തിൽ ബ്രേക്ക് ഈവൻ ഒരു വർക്കൗട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും. പിന്നെ എനി കൈൻഡ് ഓഫ് ബാക്കപ്പ് സൊല്യൂഷൻ, എന്ത് ബാക്കപ്പ് ചെയ്യണമെങ്കിലും എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.